ഒരിക്കലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെക്കുറിച്ച് നിർഭയരാവരുത്. അള്ളാഹു തആല ഒരുക്കിയിട്ടുള്ള നരകത്തെക്കുറിച്ച് നിർഭയരാവരുത്. ദുനിയാവിൽ എന്തെല്ലാം നിഅമത്ത് ലഭിച്ചാലും, ദുനിയാവിൽ എന്തെല്ലാം ആസ്വാദനങ്ങൾ ലഭിച്ചാലും, നാളെ നരകത്തിലേക്കുള്ള ഒരു നിമിഷം അതെല്ലാം മറപ്പിച്ചു കളയും. ഒരു ഹദീസിൽ നമുക്ക് കാണാം, യുഅ്താ ബിഅൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലി النار യൗമൽ ഖിയാമ. നാളെ ദുനിയാവിലെ ഏറ്റവും അധികം സുഖ സൗകര്യം ലഭിച്ച ആൾ, നല്ല വാഹനം, നല്ല ഭക്ഷണം, നല്ല സമ്പത്ത്, എല്ലാ സൗകര്യം ലഭിച്ച ആളെ നാളെ പരലോകത്ത് കൊണ്ടുവരും. ഫയുസ്ബഖു ഫിന്നാരി സുബ്ഖതൻ. അങ്ങനെ അവനെ നരകത്തിലേക്ക് ഒന്ന് പ്രവേശിച്ച് പുറത്തേക്ക് എടുക്കും. നരകത്തിലേക്ക് ഒന്ന് പ്രവേശിപ്പിച്ച് അപ്പം തന്നെ പുറത്തേക്ക് എടുക്കും, ഒരു നിമിഷം. യുഖാൽ, എന്നിട്ട് അവനോട് ചോദിക്കപ്പെടും, യബ്ന ആദം, മനുഷ്യ, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു. ദുനിയാവിൽ എല്ലാം അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അവനോട് ചോദിക്കാം, നീ ഇതുവരെ എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടോ? ചോദിക്കാം, എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടോ? ഹൽ മർറ ബിക നഈമുൻ ഖത്തു. നിനക്ക് ഇതുവരെ എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഫയഖൂൽ, അദ്ദേഹം പറയും, ലാ വല്ലാഹി യാ റബ്ബ്, എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ദുനിയാവിൽ 10-60 വർഷക്കാലം സുഖാനുഗ്രഹത്തിൽ ജീവിച്ച ഒരു വ്യക്തിയെ ഒരു നിമിഷത്തേക്ക് നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴേക്ക് അദ്ദേഹം എന്ത് പറഞ്ഞു? എല്ലാവിധ അനുഗ്രഹങ്ങളും മറന്നിട്ടുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും മറന്നിട്ടുണ്ട്. മനുഷ്യൻ എന്താണോ കൂടുതൽ അനുഭവിക്കുന്നത് അതാണ് അവൻ ഓർമ്മയിൽ ഉണ്ടാവുക. അപ്പൊ അനുഗ്രഹങ്ങളെക്കാളെല്ലാം അവന് ഗൗരവമായത് ഒരു നിമിഷത്തെ, നമ്മൾ ശ്രദ്ധിക്കണം ആ വാക്ക്, ഒരു നിമിഷത്തെ നരകപ്രവേശനം അവനെ എല്ലാം മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നരകത്തിന്റെ ഭയാനകത എത്ര വലുതാണെന്ന് നമ്മൾ ആലോചിക്കണം.